ഏത് പ്രതിസന്ധി ഘട്ടത്തിലും CPIM-നെ താങ്ങി നിർത്താൻ കെൽപ്പുള്ള നേതാവായിരുന്നു അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിക്ക് ശേഷമുള്ള CPIM-ൽ പ്രതിസന്ധികളുടെ കുത്തൊഴുക്കാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ടതില്ലെന്ന പാർട്ടി തീരുമാനത്തെ തുടർന്ന് CPIM-ൽ വ്യാപക പ്രതിഷേധമുയർന്ന സമയം. VS പാർട്ടി വിട്ടുപോകും എന്നുപോലും തോന്നിച്ച മണിക്കൂറുകൾ. ഒടുവിൽ പാർട്ടി പിടിവാശി വിട്ടു. VS-ന് സീറ്റ് നൽകി. വിവരം മാധ്യമങ്ങളോട് പറയാൻ പക്ഷേ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ എത്തിയില്ല. പകരം പ്രകാശ് കാരാട്ടിനൊപ്പമെത്തി കാര്യങ്ങൾ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ. സംയമനത്തോടെ ലളിതമായി വിഷയം അവതരിപ്പിച്ച് കോടിയേരി മടങ്ങി. കോടിയേരി ബാലകൃഷ്ണന് ശേഷം വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോൾ പതറിപ്പോകുന്നുണ്ട് CPIM. അതിനുദാഹരണമാണ് PV അൻവറിന്റെ ആരോപണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായ അങ്കലാപ്പ്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നില്ല എന്ന് PV അൻവർ തന്നെ പറയുകയും ചെയ്തു. കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നെങ്കിലും അതിന് പരിഗണന കൊടുക്കരുത്. ഇങ്ങനെ എന്താ മോനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയില്ല പെരുമാറ്റം. കോടിയേരിക്ക് ശേഷം CPIM-ലെ സമവാക്യങ്ങൾ മാറി. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം നോട്ടമുണ്ടായിരുന്ന EP ജയരാജനെ ഞെട്ടിച്ചാണ് MB ഗോവിന്ദനിലേക്ക് പാർട്ടിയുടെ കടിഞ്ഞാണെത്തിയത്. ഇതിൽ EP ജയരാജൻ അസ്വസ്ഥനായിരുന്നു. ഒടുവിൽ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ EPക്ക് LDF കൺവീനർ സ്ഥാനം നഷ്ടമായി. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജണ്ട തീരുമാനിക്കുന്നതിലും CPIM-ന് പിഴച്ചു. പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ജനങ്ങളെയും അണികളെയും നിലപാട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ കുഴങ്ങുന്നുണ്ട് CPIM. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ CPI-യുടെ വിശ്വാസം നേടിയെടുക്കാനും CPIM-ന് കഴിഞ്ഞില്ല. വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾ ആവർത്തിക്കുക മാത്രമാണ് നിലവിലെ CPIM നേതൃത്വം ചെയ്യുന്നത്. CPIM-ൽ നിന്നുയരുന്ന വിവാദങ്ങളെ വേണ്ടവിധം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നതിൽ മാത്രം പാർട്ടിക്ക് ആശ്വസിക്കാം. റിസർച്ച് ഡെസ്ക് 24.